ക്വാണ്ടിറ്റിയാണ് പിടികൂടിയിട്ടുള്ളത്. അപ്പം ഇവരുടെ സോഴ്സ് എങ്ങനെയാണെന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ നിലവിൽ ഇപ്പം പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഇപ്പം പിടിച്ചെടുത്ത MDMA അത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അയാൾ പോയിട്ട് വരുന്ന വഴിക്ക് ഈ വാഹനത്തിൽ ഇവിടുന്ന് പോയി ആ വാഹനത്തിൽ തന്നെ കൺസീൽ ചെയ്ത് കൊണ്ടുവന്ന് അതിനുശേഷം മംഗലാപുരം ഭാഗത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് കടത്തിക്കൊണ്ട് വരികയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള അന്വേഷണം പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടേ ഉള്ളൂ. ബാക്കി അന്വേഷണങ്ങളൊക്കെ തുടർന്ന് നമ്മുടെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ തുടർ നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും. രജിസ്റ്റർ ചെയ്ത ശേഷം ഇന്ന് തന്നെ തുടർ നടപടികൾ ആരംഭിക്കും. തുടർ നടപടികൾ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അന്വേഷണം? തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു രേഖകൾ ഇപ്പം ഈ യുവതി താമസിച്ചെന്ന് പറഞ്ഞ ലോഡ്ജിൻ്റെ രേഖകളുണ്ട്. അതുപോലെ തന്നെ വാഹനം ഇപ്പോൾ ഈ കാറ് കടന്നു പോയതായ ടോൾ പ്ലാസകളിൽ നമ്മളതുമായി ബന്ധപ്പെട്ട് ഡാറ്റാസ് ഉണ്ടാവും. അതുപോലെ തന്നെ ടോൾ പ്ലാസകളിൽ ഹാഷ്ടാഗ് മുഖാന്തരം പണം പിൻവലിച്ചതിൻ്റെ ഉണ്ടാവും. അതുപോലെ തന്നെ ഫോട്ടോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശേഖരിക്കും. അപ്പോൾ ഇത് വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ എത്രത്തോളമാണ് ഇതിനകത്ത് അവർ പറഞ്ഞ കാര്യങ്ങളിൽ സത്യാവസ്ഥയുള്ളത്, ഇനി അജ്മീർ തന്നെയാണോ അതോ പൊതുവേ നമുക്ക് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഇതുപോലെ MDMA കേസുകളിലേക്ക് ഉറവിടം നമ്മൾ കണ്ടെത്താറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അജ്മീർ തന്നെയാണോ എന്ന് തന്നെയാണ് കൊണ്ടുവന്നതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദ്യം ചെയ്തതിന് ശേഷം ഒരു വിശദമായ ഒരു അന്വേഷണ ടീം ഉണ്ടാക്കി, AICയുടെ നേതൃത്വത്തിൽ അന്വേഷണ ടീം ഉണ്ടാക്കി അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്വേഷണം നടത്തും. ലക്ഷ്യം എന്തായിരുന്നു? ഇവിടെ അവധിക്കാലമായതുകൊണ്ടാണ് അത്ര വലിയൊരു കൊണ്ടുവന്ന് എവിടെയൊക്കെ വിൽപ്പന നടത്തിയിരുന്നത്? ഈ പ്രതി ഇതിനു മുമ്പ് തന്നെ നമ്മുടെ എക്സൈസിൻ്റെ തന്നെ 2 കേസുകളിൽ പ്രതിയാണ്. നിലവിലുള്ള 2 കേസുകൾ 2020 എടുത്ത കാളികാവിലും അതുപോലെ തന്നെ മഞ്ചേരിയിലും ഓരോ കേസുകളിൽ ലഹരി കേസുകളിൽ പ്രതിയാണ്. അതിലൊരു കേസിൽ ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇതിനകത്തൊരു സ്ഥിരം കണ്ണിയായിട്ട് തന്നെ നമ്മൾ അതിനെ കാണണം എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പം ഈ ഷഫീഖ് എന്ന് പറഞ്ഞ ആൾ ഇപ്പം അയാൾ കാസർഗോഡുകാരനാണ്. ബൈ ബർത്ത് അയാൾ കാസർഗോഡാണ്. പക്ഷേ ഇപ്പോൾ അയാൾ ഈ ചേലമ്പ്ര എക്കപ്പറമ്പ് സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട കേസായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഇതിനകത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മയക്കുമരുന്ന് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ MDMA കൊണ്ടുവരുന്ന സംഘത്തിലെ ഒരു പ്രധാന ഒരു എടുത്തു പറയത്തക്ക സീസർ തന്നെയാണെന്ന് ഇതിനെ പറയാൻ പറ്റും. ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും. എന്തായിരിക്കും ഇത്ര വലിയൊരു ക്വാണ്ടിറ്റി കൊണ്ടുവരാൻ കാരണം? ഇത്രയും ദൂരെയൊക്കെ പോയി അജ്മീരൊക്കെ പോയി ഇങ്ങനെ ഇത്രയും ദൂരത്തൊക്കെ പോയി എഫേർട്ടൊക്കെ എടുത്ത് കൊണ്ടുവരുമ്പം കാരണം അത് ഒറ്റയടിക്ക് കൊണ്ടുവരിക ഞാനത് ഈ പ്രതിനെ നമ്മൾ നിലവിലുള്ള പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മനസ്സിലാകുന്നത് ഇത് ഏതാണ്ട് 1-2 ദിവസം കൊണ്ട് തന്നെ അത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു രൂപത്തിലേക്കാണ് അത് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ പിടിച്ചെടുത്തത് 300 കിലോഗ്രാം ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു 9 പൊതികളായിട്ടാണ് ഉണ്ടായിരുന്നു. അപ്പോൾ പൊതികളെല്ലാം തന്നെ 500, 200, 300 ഗ്രാമിൻ്റെ പൊതികളാണ്. അതാത് വിലകൾ ഒരു പ്രത്യേക വില നിശ്ചയിച്ച് അത് ഡിസ്പോസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പിടിയിലായിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസറാണെന്ന് പറയുന്നു. അപ്പം ആ രീതിയിൽ ഈ സെയിൽ നടന്നിട്ടുണ്ടാവുമോ? ഈ കുട്ടീന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകളിലൊന്നും പെട്ടതായിട്ട് നമുക്ക് അറിവില്ല. കാരണം 20 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അത് ഒപ്പം തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടൊന്നും നമുക്ക് ഇതുവരെയുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാണ്ട് പറയാൻ കഴിയില്ല. എങ്ങനെ ഇവരുടെ അടുത്ത് എത്തിയെന്നുള്ള വല്ല വിവരമുണ്ടോ? മംഗലാപുരത്തു നിന്നാണ് കയറിയെന്ന് പറയുന്നു വണ്ടിയിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടി ഇവരുടെ ഒരു കണ്ണിയിൽ എത്തിയത്? നമുക്ക് വാഹനത്തിൽ നിന്നൊക്കെ ലഭ്യമായ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലായത് കുട്ടി ഇന്നലെ ഇവിടെ നിന്നും കോഴിക്കോട് നിന്നും മംഗലാപുരം ഭാഗത്തേക്ക് പോയതായിട്ടും അവിടെ ഒരു ലോഡ്ജിൽ സ്റ്റേ ചെയ്തിട്ടുമാണ് നമുക്ക് നിലവിലുള്ള ലഭ്യമായ രേഖകൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു അന്വേഷണം നടത്തണം എന്നതിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അന്വേഷണം മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും AICയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം രൂപീകരിച്ച് എവിടെയാണ് അതിൻ്റെ ഉറവിടം എന്നുള്ളതിൻ്റെ കണ്ടെത്തി അത് തീർച്ചയായിട്ടും രാജസ്ഥാൻ, ഡൽഹിയാണ് ഡൽഹി, ബോംബെ ബോംബെ, എവിടെ അത് അന്വേഷണം നടത്തിയിട്ടും തീർച്ചയായിട്ടും റെഡി. നമുക്ക് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമുക്കിപ്പോൾ കേരളത്തിൽ പിടിക്കപ്പെട്ടതിൽ MDMAയുടെ ഏറ്റവും വലിയ സീഷർ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം 3.312 കിലോഗ്രാം ഉണ്ട്. നമ്മുടെ വിപണിയിൽ ഏകദേശം ഇത് വിൽപ്പനയിൽ ഏകദേശം 3.5 കോടി രൂപയോളം വില വരുന്ന മയക്കുമരുന്നാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഏത് വകുപ്പിൻ്റെ ഏത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിൻ്റെ എടുത്താലും ഫീൽഡിൽ പിടിക്കപ്പെടുന്ന ഏറ്റവും വലിയ MDMA സീസർ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.